ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇത് സാധാരണ മധുരമല്ല, ഒരു തണുപ്പിച്ച് കഴിക്കുന്ന മധുരം, അതായത് ഒരു ഡിസേർട്ട് ഐറ്റമാണ്. പാനക്കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ മാജിക് അവനിലൂടെ പാനക്കോട്ട വേറെ പല പല ടൈപ്പ് ഓഫ് പാനക്കോട്ടാസ് തയ്യാറാക്കിയിട്ടുണ്ട്, വ്യത്യസ്തമായ ഫ്ലേവേഴ്സിൽ. അപ്പോൾ അതിന് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എത്ര വെറൈറ്റി ഓഫ് പാനക്കോട്ടാസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. കാര്യം ഓരോന്നും ഓരോ ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേക ഫ്ലേവേഴ്സ് കൊടുത്തിട്ടും പാനക്കോട്ടാസ് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് പാനക്കോട്ടയാണ്. അപ്പോൾ കോക്കനട്ട് ഫ്ലേവേർഡ് പാനക്കോട്ട ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ 1.25 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, ജലാറ്റിൻ 2.5 ടീസ്പൂൺ, കോക്കനട്ട് എസൻസ് 1/2 ടീസ്പൂൺ, തണുത്ത വെള്ളം 1/4 കപ്പ്. ഇനി ടോപ്പിങ്ങിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് പാനക്കോട്ട തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നല്ല തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടത്, കാര്യം കോക്കനട്ട് ഫ്ലേവറാണ്. അപ്പോൾ സാധാരണ പാനക്കോട്ട ഉണ്ടാക്കുന്ന പാലിന് പകരം നമ്മൾ കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പോൾ നല്ല ഒരുവിധം കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഇത് 1.25 കപ്പ് അത് എടുക്കാം. അതിനോടൊപ്പം ഒരു 1/4 കപ്പോളം പഞ്ചസാര, 1/2 കപ്പായാലും മതി, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മധുരം ഉള്ളതാണ് നല്ലത്. 1/2 മുതൽ 1/4 കപ്പ് വരെ ആകാം, ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം, അത് 1 കപ്പോളം ഫ്രഷ് ക്രീം. 1 കപ്പ് ഓഫ് ഫ്രഷ് ക്രീമും, ഇത് വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു തടിത്തവി കൊണ്ട് ഇളക്കി, ഒരുപാട് തീയിൽ വേണ്ട, ഒരു ചെറിയ ഇടത്തരം ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കാം. അപ്പോൾ പഞ്ചസാര അലിയണം, ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാകണം, എല്ലാം ഒന്നിച്ച് യോജിച്ച് ചൂടായി വരണം. പക്ഷെ തിളയ്ക്കാൻ പാടില്ല, ഇങ്ങനെ തിളയൊന്നും വരണ്ട. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി ചൂടാക്കാം. പക്ഷേ ഈ സമയം കൊണ്ട് നമ്മളൊരു കാര്യം കൂടെ ചെയ്യണം. ജലറ്റിൻ ഒരു 2.5 ടീസ്പൂൺ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഏതാണ്ട് ഒരു 1/4 കപ്പോളം തണുത്ത വെള്ളം, അപ്പോൾ 1/4 കപ്പ് തണുത്ത വെള്ളവും ചേർത്ത് ഒരു സൈഡിലേക്ക് വയ്ക്കാം. അപ്പോൾ അതിങ്ങനെ കുതിർന്നിരിക്കും. അത് സോക്ക് ചെയ്യാനാണ് വയ്ക്കുന്നത്, കുതിരാനായിട്ട്. അതിങ്ങനെ കുതിർന്നിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മളിത് നന്നായിട്ട് ഈ പാൽ മിശ്രിതം, തേങ്ങാപ്പാൽ, പഞ്ചസാര, ഫ്രഷ് ക്രീം 1 കപ്പ് എടുത്തു, പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1.25 കപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഞാനിങ്ങനെ ഇടത്തരം ചെറിയ തീയെന്ന് പറയാം, ഇങ്ങനെ ചൂടാക്കിക്കൊണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിയണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു, നല്ല ചൂടായി കഴിഞ്ഞു. കണ്ടല്ലോ, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തീ നല്ല കുറച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന, നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന 2.5 ടീസ്പൂൺ ജലറ്റിൻ കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കും, നല്ല ചൂടായി കിടക്കുന്ന ഈ മിശ്രിതത്തിൽ. അപ്പോൾ തീ ഓഫ് ചെയ്യാം, കാര്യം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ചൂടായാൽ മതി. അപ്പോൾ ജലാറ്റിൻ ചേർത്തു, കുതിർന്ന ജലറ്റിൻ. അപ്പോൾ ഈ ചൂട് മിശ്രിതത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് അതിൻ്റെ കൂടെ ചേരും. കണ്ടല്ലോ, തീയെല്ലാം ഓഫ് ചെയ്തു, നന്നായിട്ട് മെൽറ്റായി. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി തണുപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കോക്കനട്ട് എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇല്ലെങ്കിലും നല്ല കോക്കനട്ട് ഫ്ലേവർ ആയിരിക്കും. പിന്നെ വാനില എസൻസും വേണമെങ്കിൽ ചേർക്കാം, അതിൻ്റെ ഫ്ലേവറും കൂടി ഇഷ്ടമാണെങ്കിൽ ഒരു അല്പം ചേർക്കാം. അപ്പോൾ കോക്കനട്ട് എസൻസ് 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നു. 1/2 തന്നെ വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി. നിങ്ങൾ വേണമെങ്കിൽ വാനില എസൻസ് ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പാനക്കോട്ടയ്ക്ക് വേണ്ട കൂട്ട് ഇവിടെ റെഡിയാണ്. ഇതൊരപ്പോൾ ഒന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് മോൾഡിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ടോപ്പിംഗ് തയ്യാറാക്കാം. അപ്പോൾ പല ടൈപ്പ് ഓഫ് എന്താ പറയുക, പാനക്കോട്ടയുടെ ടോപ്പിംഗ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ചില പാനക്കോട്ട വാനില ഫ്ലേവേർഡ് പാനക്കോട്ടയില്ല, ചോക്ലേറ്റ് സോസ് വെച്ച് ടോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രോബെറി പ്യൂരി അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് സ്ട്രോബെറീസ് വെച്ച് ടോപ്പ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓറഞ്ച് വെച്ച് ടോപ്പ് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മളൊരു കോക്കനട്ട് തീം ആയതുകൊണ്ട് തേങ്ങ വെച്ച് തന്നെ കോക്കനട്ട് വെച്ച് തന്നെ നമ്മൾ ടോപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നു. നമ്മളൊരു ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ തേങ്ങ വെച്ച് തന്നെ ചെയ്യും, നമ്മുടെ സാധാരണ തേങ്ങ. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ആദ്യം ഒന്ന് ചെറുതായിട്ടിങ്ങനെ വറുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ ഈർപ്പം ഒന്ന് മാറുന്നവരെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് ഈർപ്പം മാറി ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ടിങ്ങനെ വറുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കാരമലൈസ് ചെയ്ത് തേങ്ങയുടെ കൂടെ ചേരും. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് അത് കാരമലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കളർ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ തേങ്ങയിൽ ഇങ്ങനെ പറ്റി ഇതെല്ലാം കൂടി ചെന്ന് നല്ല കരികരിപ്പായിട്ട് വരും. തീ എളുപ്പം കുറച്ച് കൊടുത്തു. ഇപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണ് പാൻ. അപ്പോൾ റെഡി, നമ്മുടെ കാരമൽ കോക്കനട്ട് ടോപ്പിംഗ് റെഡി. ഇപ്പോൾ നമ്മളുടെ കോക്കനട്ട് പാനക്കോട്ടയുടെ മിക്സ് ഇവിടെ കറക്റ്റ് പാകത്തിന് തണുത്തിട്ടുണ്ട്. ടോപ്പിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഇതുപോലത്തെ പാത്രങ്ങളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽ പോർഷനായിട്ട് കൊടുക്കാം. കണ്ടിട്ടില്ലേ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് കൊടുക്കുന്നത്, അങ്ങനെ ആകാം. അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിൽ മോൾഡിൽ. എന്തായാലും ഞാനിതിൽ നിറയ്ക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്യും. ഇങ്ങനെ ഡിഫറെൻറ്റ് മോൾഡുകളിൽ വേണമെങ്കിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു 6, 7, 8 ഇനി ഏകദേശം ഒരു അത്രയും തന്നെ ഒഴിക്കാനുണ്ട്. അപ്പോൾ ഒരു 10-16 ചെറിയ ചെറിയ പോർഷൻസായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ടോപ്പിംഗ് ഇടുന്നത്. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് പാനക്കോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 ടൈപ്പ് ഓഫ് ടോപ്പിംഗ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. മിൻറ്റ് സിറപ്പ് ആൻഡ് മിൻറ്റ് ലീവ്സ് വെച്ചൊരു ടോപ്പിംഗ്. പിന്നെ വളരെ തീമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കോക്കനട്ട് ടോപ്പിംഗ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കാരമലൈസ്ഡ് കോക്കനട്ടാണ്, ഗ്രേറ്റഡ് കോക്കനട്ട്. കണ്ടല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അതിപ്പോൾ നല്ല കരികരിപ്പായിട്ട് മാറിക്കഴിഞ്ഞു. തണുത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഈ റെഡി ആയിരിക്കുന്ന മുകളിലായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന പാനക്കോട്ട റെഡി ആയി കഴിഞ്ഞു. കോക്കനട്ട് പാനക്കോട്ട വിത്ത് കോക്കനട്ട് ടോപ്പിംഗ്. നല്ല ഭംഗിയില്ലേ? കാരമലൈസ്ഡ് കോക്കനട്ടാണ് ടോപ്പിംഗ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ഇങ്ങനെ ഇൻഡിവിജ്വൽ പോർഷനായിട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ രീതിയിൽ മോൾഡിൽ വെച്ച് മോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ടോപ്പിംഗ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് തന്നെ നമ്മൾ വേറെ 2 പാത്രത്തിൽ കുറച്ചുകൂടി വേറെ ഡിഫറെൻറ്റ് ഷേപ്പിൽ വേറെ 2 എണ്ണത്തിൽ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നു. അതിൽ നമുക്ക് കുറച്ച് മിൻറ്റ് സിറപ്പ് വിത്ത് മിൻറ്റ് ടോപ്പിംഗ് കൊടുത്ത് നോക്കാം. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും. മിൻറ്റ് സിറപ്പ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം.